BCOS 183 കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ഇൻ ബിസിനസ്. ഇതിൽ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുമ്പോൾ 2021 ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരു ചോദ്യമാണ് കമ്പയർ കമ്പ്യൂട്ടർ വിത്ത് സ്മാർട്ട് ഫോൺ. കമ്പ്യൂട്ടറിനെ സ്മാർട്ട് ഫോണുമായിട്ട് കമ്പയർ ചെയ്യുക. അതിന് 8 മാർക്കാ. വേറൊരു ആ ക്വസ്റ്റ്യൻ്റെ തന്നെ അഡീഷണൽ ഭാഗം നോക്കണേ. ബ്രീഫ്ലി ഡിസ്കസ് ദ ക്ലാസിഫിക്കേഷൻ ഓഫ് കമ്പ്യൂട്ടേഴ്സ് ഓൺ ദ ബേസിസ് ഓഫ് ദ ഫോളോയിങ്. കമ്പ്യൂട്ടേഴ്സിനെ 3 കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ അവയെ ക്ലാസിഫൈ ചെയ്യുന്ന രീതിയും ഒന്ന് വിശദമാക്കണം. അതായത് ഏതൊക്കെയാണ് 3 ബേസിസ്? ഒന്ന് പർപ്പസ് ആണ്. പർപ്പസിന്റെ അടിസ്ഥാനത്തിൽ ജനറൽ പർപ്പസ് കമ്പ്യൂട്ടർ എന്നും സ്പെഷ്യൽ പർപ്പസ് കമ്പ്യൂട്ടർ എന്നും നമ്മൾ പറയാറുണ്ട്. സൈസ് ആൻഡ് കപ്പാസിറ്റി, മൈക്രോ, മിനി, മെയിൻ ഫ്രെയിം, സൂപ്പർ എന്നിങ്ങനെ കമ്പയർ ചെയ്യാറുണ്ട് സൈസിന്റെ കപ്പാസിറ്റി അടിസ്ഥാനത്തിൽ. ഡാറ്റ ഹാൻഡ്ലിങ്ങിന്റെ അടിസ്ഥാനത്തിൽ അനലോഗ്, ഡിജിറ്റൽ, ഹൈബ്രിഡ് അങ്ങനെ തിരിക്കാറുണ്ട്. അപ്പം അത് 3 പറയണതിന് 12 മാർക്ക്. അതായത് ഒരു ടൈപ്പ് ക്ലാസിഫിക്കേഷൻ പറയുന്നതിന് 4 മാർക്ക്, അങ്ങനെ 12 മാർക്ക്. നമുക്ക് ആദ്യം കമ്പ്യൂട്ടറും സ്മാർട്ട് ഫോണും തമ്മിലുള്ള കമ്പാരിസൺ ഒന്ന് ശ്രദ്ധിക്കാം. എന്തൊക്കെയാണ്? Here are some ways that we can compare computers with smartphones. കമ്പ്യൂട്ടറിനെ നമുക്ക് സ്മാർട്ട് ഫോണുമായിട്ട് കമ്പയർ ചെയ്യാനായിട്ടുള്ള ചില വഴികളാണ്. എന്തൊക്കെയാണ് നോക്കാം. പർപ്പസിന്റെ കാര്യത്തിൽ കമ്പ്യൂട്ടേഴ്സ് ആർ ഡിസൈൻഡ് ഫോർ പ്രൊഡക്ടിവിറ്റി ആൻഡ് എന്റർടൈൻമെന്റ്. പലപ്പോഴും എന്റർടൈൻമെന്റിനും അതിൽ ബിസിനസിന്റെ പ്രൊഡക്ടിവിറ്റി വർദ്ധിപ്പിക്കാൻ ഒക്കെയാണ്. While smartphones are designed for communication purpose, mainly for communication purpose and also for simple tasks. ഇതാണ് അതിന്റെ ബേസിക് യൂസ് എന്ന് പറയുന്നത്. ഒരു ബിസിനസ് ഓഫീസിൽ, ഫാക്ടറിയിൽ അല്ലെങ്കിൽ ഒരു ഷിപ്പിൽ ഒക്കെ ആക്ടിവിറ്റി ചെയ്യാനായിട്ടൊന്നും നമ്മൾ സ്മാർട്ട് ഫോൺ അല്ല ഉപയോഗിക്കുക. ഇനി സൈസിന്റെ കാര്യം നോക്കാം. കമ്പ്യൂട്ടേഴ്സ് ആർ ജനറലി ലാർജർ ആൻഡ് ഹെവിയർ ദാൻ സ്മാർട്ട് ഫോൺസ്. അതാണ് ഒന്നാമത്തെ കാര്യം. വലിപ്പം കൂടുതലുണ്ടല്ലോ, അതുകൊണ്ട് തന്നെ അതിന്റെ സൈസ് വളരെ കൂടുതലാണ് കമ്പ്യൂട്ടറിന്. സ്ക്രീൻ സൈസിനെ കുറിച്ച് പറയാം. കമ്പ്യൂട്ടർ സ്ക്രീൻസ് ആർ ടിപ്പിക്കലി ലാർജർ ദാൻ സ്മാർട്ട് ഫോൺ സ്ക്രീൻസ്. എ നോട്ട്ബുക്ക് സ്ക്രീൻ ഈസ് യൂഷ്വലി 3 to 17 inches. ഒരു കമ്പ്യൂട്ടർ നോട്ട്ബുക്കിൻ്റെതാണെങ്കിൽ പോലും 13 to 17 വരെയാ. while a smartphone screen is only 3 to 5 or sometimes a little more. ഇനി നമുക്ക് സ്റ്റോറേജിനെ കുറിച്ച് നോക്കണ്ടേ. ഒരു സ്റ്റോറേജ് എന്ന് പറയുന്നത് സ്മാർട്ട് ഫോൺസും ടാബ്ലറ്റ്സും വളരെ ലെസ് സ്റ്റോറേജ് കപ്പാസിറ്റി ഉള്ളൂ വെൻ കമ്പയർഡ് ടു കമ്പ്യൂട്ടേഴ്സ്. സോഫ്റ്റ്വെയറിന്റെ കാര്യം നോക്കാം. കമ്പ്യൂട്ടേഴ്സ് ക്യാൻ റൺ മോർ പവർഫുൾ സോഫ്റ്റ്വെയർ ദാൻ സ്മാർട്ട് ഫോൺസ്. എല്ലാ സോഫ്റ്റ്വെയറുകളും നമുക്ക് കമ്പ്യൂട്ടറിൽ മീൻസ് അത്യാവശ്യം പവർഫുൾ ആയ ഒരുപാട് സോഫ്റ്റ്വെയറുകൾ നമുക്ക് കമ്പ്യൂട്ടറിൽ കയറ്റാനും അത് പ്ലേ ചെയ്യാനൊക്കെ സാധിക്കും. പക്ഷേ സ്മാർട്ട് ഫോൺസിൽ എല്ലാ പവർഫുൾ ആയ സോഫ്റ്റ്വെയർ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുമോ, ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിക്കാൻ പറ്റുമോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ചിലപ്പം സാധിക്കണമെന്നില്ല എന്നാണ്. ഇനി ബാറ്ററി ലൈഫ്. സ്മാർട്ട് ഫോൺസ് ആർ ഡിസൈൻഡ് ടു ഹാവ് ലോങ്ങർ ബാറ്ററി ലൈഫ് ദാൻ കമ്പ്യൂട്ടേഴ്സ്. കമ്പ്യൂട്ടേഴ്സിനേക്കാളും ലോങ്ങർ ബാറ്ററി ലൈഫ് കിട്ടുന്ന രീതിയിലാണ് സ്മാർട്ട് ഫോൺസ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതിന്റെ പവർ കൺസംഷനും കമ്പാരിറ്റീവ്ലി കമ്പ്യൂട്ടേഴ്സിനേക്കാൾ കുറവായിരിക്കുമല്ലോ. അതുകൊണ്ട് നൗ കണക്ഷൻ. സ്മാർട്ട് ഫോൺസ് കണക്ട് ടു എ സെല്ലുലാർ നെറ്റ്വർക്ക് യൂസിങ് സിം കാർഡ്. സ്മാർട്ട് ഫോൺ സിം കാർഡ് ഉപയോഗിച്ചിട്ടാണ് നെറ്റ്വർക്ക് ആയിട്ട്. വൈൽ കമ്പ്യൂട്ടേഴ്സ് കണക്ട് എ വൈഫൈ ഓർ ആൻ എതർനെറ്റ് കേബിൾ. ഇതാണ് കണക്ഷനെ കുറിച്ച്. നെറ്റ്വർക്കുമായിട്ട് കണക്ട് ചെയ്യണമെങ്കിൽ, ഇന്റർനെറ്റുമായിട്ട് കണക്ട് ചെയ്യണമെങ്കിൽ നമുക്ക് ഈ രീതികളാണ്. കമ്പ്യൂട്ടേഴ്സും സ്മാർട്ട് ഫോൺസും രണ്ടും രണ്ട് രീതിയാണ്. സിമ്മിലൂടെ അല്ല കമ്പ്യൂട്ടറിലെ കണക്ഷൻ വരുന്നത്. നൗ കോസ്റ്റ്. കമ്പ്യൂട്ടേഴ്സ് ആർ ജനറലി മോർ എക്സ്പെൻസീവ് ദാൻ ഫോൺസ്. സ്മാർട്ട് ഫോൺസിനേക്കാളും എക്സ്പെൻസീവ് ആകാറുണ്ട് കമ്പ്യൂട്ടർ സാധാരണഗതിയിൽ. പിന്നെ ലൈഫ് സ്പാൻ. കമ്പ്യൂട്ടേഴ്സ് ഹാവ് ലോങ്ങർ ലൈഫ് സ്പാൻ ദാൻ സ്മാർട്ട് ഫോൺസ്. പോർട്ടബിലിറ്റിയെ കുറിച്ച് പറയുകയാണെങ്കിൽ സ്മാർട്ട് ഫോൺസ് ആർ മോർ പോർട്ടബിൾ ദാൻ കമ്പ്യൂട്ടേഴ്സ്. ആക്സസിബിലിറ്റി. സ്മാർട്ട് ഫോൺസ് ആർ മോർ ആക്സസിബിൾ ദാൻ കമ്പ്യൂട്ടേഴ്സ്. ഇനി നമുക്ക് സ്മാർട്ട് ഫോൺ പെട്ടെന്ന് ആക്സസിബിലിറ്റി ഉള്ളത് ഒരു ഓടി ചെന്ന് കമ്പ്യൂട്ടർ ഓപ്പൺ ചെയ്യാനായിട്ട് അല്പം സമയം എടുക്കും. പക്ഷേ ഒരു സ്മാർട്ട് ഫോൺ നമുക്ക് എപ്പോഴും ഹാൻഡി ആണ്, എപ്പോഴും നമ്മുടെ കൂടെ കൊണ്ട് നടക്കാം. പോർട്ടബിൾ ഡിവൈസ് ആണ്. നൗ പ്രോസസ്സിംഗ് പവർ ആണ്. കമ്പ്യൂട്ടേഴ്സ് ഹാവ് ഗ്രേറ്റർ പ്രോസസ്സിംഗ് പവർ ദാൻ സ്മാർട്ട് ഫോൺസ്. ഇനി കമ്പ്യൂട്ടേഴ്സിന്റെ വെർസറ്റാലിറ്റി വളരെ കൂടുതലാണ്. ഒരുപാട് സെപ്പറേറ്റ് ആയിട്ടുള്ള ഏരിയസിൽ വർക്ക് ഫീൽഡുകളിൽ നമുക്ക് കമ്പ്യൂട്ടർ അപ്ലൈ ചെയ്യാൻ സാധിക്കും എന്നുള്ളത്. അതിന് വെറൈറ്റി ഓഫ് സിറ്റുവേഷൻസിനോട് ഫെമിലറൈസ് ചെയ്യാനായിട്ട്, അക്കസ്റ്റംഡ് ആവാനായിട്ടും കാര്യങ്ങൾ മാനേജ് ചെയ്യാനായിട്ട് കമ്പ്യൂട്ടേഴ്സിന് കഴിയും. അത് അത്രമാത്രം സ്മാർട്ട് ഫോൺസിന് പറ്റില്ല എന്നുള്ളതാണ്. ഇനി ഇത് നമ്മൾ ആദ്യത്തെ 8 മാർക്കിന് കഴിഞ്ഞു. ഇനി 20 മാർക്കാണല്ലോ ടോട്ടൽ ആൻസറിന് ഉള്ളത്. സോ 12 മാർക്ക് വരുന്നത് 3 ക്ലാസിഫിക്കേഷൻസ് ആണ്. ഒന്ന് ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ കമ്പ്യൂട്ടേഴ്സ് ഓൺ ദ ബേസിസ് ഓഫ് പർപ്പസ്. അതിന്റെ പർപ്പസ് സ്പെഷ്യൽ പർപ്പസും ജനറൽ പർപ്പസും ആണ്. നമുക്കറിയാം ജനറൽ പർപ്പസ് വെച്ച് നോക്കുമ്പോൾ കമ്പ്യൂട്ടേഴ്സ് ക്യാൻ പെർഫോം വെറൈറ്റി ഓഫ് ടാസ്ക് സച്ച് ആസ് ബേസിക് കാൽക്കുലേഷൻസ്, ഇൻപുട്ട് ഔട്ട്പുട്ട് ഫംഗ്ഷൻസ് ആൻഡ് ഡാറ്റ സേവിങ്സ്. ഇൻപുട്ട് ഔട്ട്പുട്ട് ഫംഗ്ഷൻസ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ ജനറൽ പർപ്പസ് കമ്പ്യൂട്ടറുകൾ പൊതുവെ പൊതു ഉദ്ദേശ കമ്പ്യൂട്ടറുകളാണ്. ബേസിക്കായി എല്ലാ കാൽക്കുലേഷൻസും അതിൽ നടക്കും. വെറൈറ്റി ഓഫ് ടാസ്കുകൾ ചെയ്യാൻ സാധിക്കും.
അതായത് നമ്മൾ ലാപ്ടോപ്പ്, ഡെസ്ക്ടോപ്പ്, മൊബൈൽ ഫോൺ ഇതിലൊക്കെ ഉപയോഗിക്കുന്ന ഒരു ജനറൽ ആയിട്ടുള്ള ഒരു കാര്യങ്ങളെല്ലാം തന്നെയും ഉദ്ദേശിച്ചുകൊണ്ടുള്ള കമ്പ്യൂട്ടറുകളാണ്. എന്നാൽ സ്പെഷ്യൽ പർപ്പസ് കമ്പ്യൂട്ടറുകളും ഉണ്ട്. അതെന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദേ ആർ basically designed to perform specific functions such as controlling traffic lights, managing electricity, or analyzing climate change. They are also known as dedicated computers. ഇതൊക്കെ ഒരു പ്രത്യേക കാര്യത്തിന് വേണ്ടി ഡെഡിക്കേറ്റഡ് ആയ കമ്പ്യൂട്ടർ എന്ന് പറയാറുണ്ട്. ആൻഡ് മെനി ഇൻസ്ട്രക്ഷൻസ് പെർമനന്റ്ലി പ്രോഗ്രാംഡ് ഇൻ ടു ദം. പെർമനന്റ് ആയിട്ട് അതിൽ ഒരുപാട് ഇൻസ്ട്രക്ഷൻസ് സ്പെഷ്യൽ ആയിട്ട് പ്രോഗ്രാം ചെയ്ത് കയറ്റിയിട്ടുണ്ട്. സ്പെഷ്യൽ പർപ്പസ് കമ്പ്യൂട്ടേഴ്സ് ആർ ജനറലി ഫാസ്റ്റർ ദാൻ ജനറൽ പർപ്പസ് കമ്പ്യൂട്ടേഴ്സ്. കുറച്ചും കൂടെ ഫാസ്റ്റർ ആയിട്ട് വർക്ക് ചെയ്യും സ്പെഷ്യൽ പർപ്പസ് കാരണം അതിന് ആ ഒരു ഫംഗ്ഷൻ ആണ് മെയിൻലി കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് പറഞ്ഞു തരുന്നത്. നൗ ക്ലാസിഫിക്കേഷൻ ഓഫ് കമ്പ്യൂട്ടേഴ്സ് ഓൺ ദ ബേസിസ് ഓഫ് ഇറ്റ്സ് സൈസ്. വലിപ്പത്തിന്റെ അടിസ്ഥാനത്തിൽ സൂപ്പർ കമ്പ്യൂട്ടറുകളുണ്ട്. ഏറ്റവും ലാർജസ്റ്റ് കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സൂപ്പർ കമ്പ്യൂട്ടർ ആണ്. ലാർജസ്റ്റ്, ഫാസ്റ്റസ്റ്റ് ആൻഡ് മോസ്റ്റ് എക്സ്പെൻസീവ് കമ്പ്യൂട്ടേഴ്സ് ആണ് used for complex scientific problems like weather forecasting and climate research. They can process trillions of instructions per second and have thousands of interconnected processors. ആയിരക്കണക്കിന് ഇന്റർകണക്റ്റഡ് പ്രോസസ്സേഴ്സും അതിനകത്ത് ഉണ്ടാവാം സൂപ്പർ കമ്പ്യൂട്ടേഴ്സിൽ. സോ ഇതാണ് സൂപ്പർ കമ്പ്യൂട്ടേഴ്സിനെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്. നൗ മെയിൻ ഫ്രെയിം കമ്പ്യൂട്ടേഴ്സ്. ഇന്ത്യ ഡെവലപ്പ് ചെയ്ത ഒരു സൂപ്പർ കമ്പ്യൂട്ടറാണ് പരം. ഓക്കെ, അപ്പോൾ സൂപ്പർ കമ്പ്യൂട്ടറുകളെ കുറിച്ച് നമ്മൾ പറഞ്ഞു. നൗ മെയിൻ ഫ്രെയിം കമ്പ്യൂട്ടേഴ്സ്, large computers used by large organizations to manage bulk data such as ഏതൊക്കെയാണ് ഒരു കുറേ കമ്പ്യൂട്ടറുകൾക്ക് ബൾക്ക് ഡാറ്റ ഉപയോഗിക്കാനായിട്ട് സാധിക്കും എന്ന് പറഞ്ഞു. ഏതൊക്കെയാണ് such as കസ്റ്റമർ സ്റ്റാറ്റിക്സ്. ഒരുപാട് കസ്റ്റമേഴ്സ് ഉള്ള ഒരു കമ്പനിയെ സംബന്ധിച്ച് അവരുടെ മുഴുവൻ കസ്റ്റമേഴ്സിൻ്റെയും സ്റ്റാറ്റിക്സ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ബൾക്ക് ഡാറ്റ തന്നെ എൻ്റർ ചെയ്യാൻ സാധിക്കും. അതിനൊക്കെ ഒരു ചെറിയൊരു PC കൊണ്ട് പറ്റില്ല. അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷനിലൊക്കെ മെയിൻ ഫ്രെയിം കമ്പ്യൂട്ടറുകളാണ് ഉപയോഗിക്കുക. സെൻസസ് ഡാറ്റ, ഗവൺമെന്റിൻ്റെയൊക്കെ സെൻസസ് ഡാറ്റ, അവിടെയൊന്നും നമുക്കൊരു സിംഗിൾ PC കൊണ്ട് നമുക്ക് പോസിബിൾ അല്ല. അപ്പോൾ ബൾക്ക് ഡാറ്റ ഹാൻഡിൽ ചെയ്യാനായിട്ട് സാധിക്കണം എന്നുണ്ടെങ്കിൽ വി നീഡ് മെയിൻ ഫ്രെയിം കമ്പ്യൂട്ടേഴ്സ്. ഇനി അടുത്ത എന്താണ് മിനി കമ്പ്യൂട്ടേഴ്സ്. മീഡിയം സൈസ്ഡ് കമ്പ്യൂട്ടേഴ്സ് വിത്ത് മൾട്ടിപ്പിൾ പ്രോസസ്സേഴ്സ് used in business and education for tasks like billing, accounting and inventory management. ഇതൊക്കെ അതിന് ചെറിയ ടൈപ്പ് മിനി കമ്പ്യൂട്ടേഴ്സ് മതിയാവും. മൈക്രോ കമ്പ്യൂട്ടർ ആണ് അടുത്തതായിട്ടുള്ളത്. ഓൾസോ നോൺ ആസ് PC. These are smallest and most affordable computers include ലാപ്ടോപ്പ്, ഡെസ്ക്ടോപ്പ്, PC എന്നൊക്കെ നമ്മൾ പറയും. പോർട്ടബിൾ ഡിവൈസസ് വരെ അതിനകത്ത് ഉൾപ്പെടുന്നുണ്ട്. So we have yet another classification. This classification is based on the data handling method used in the computer. First category is analog computer. These computers are used physical phenomena that change continuously to model problems. They are used for scientific and industrial applications, and examples include thermometers, temperature rise, temperature increase or decrease. ഇതൊക്കെ ഫിസിക്കൽ ഫിനോമിന. ഇതിനനുസരിച്ച് വർക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ സ്പീഡ് കൂടുന്നു, സ്പീഡ് കുറയുന്നു, സ്പീഡോമീറ്റേഴ്സ്, ഇതൊക്കെ അനലോഗ് മെത്തേഡാണ്. എന്നാൽ ഡിജിറ്റൽ മെത്തേഡും ഉണ്ട്. ദീസ് കമ്പ്യൂട്ടേഴ്സ് പ്രോസസ് ഡാറ്റ ഇൻ ഡിസ്ക്രീറ്റ് ഫോം such as letters, numbers and symbols are represented by digits. Digits ഉപയോഗിച്ച് റെപ്രസെന്റ് ചെയ്യുന്ന ലെറ്റർ, നമ്പർ, സിംബൽ ഇത് ഉപയോഗിച്ച് ഡാറ്റ ഹാൻഡ്ലിംഗ് നടത്തുന്ന കമ്പ്യൂട്ടറാണ് ഡിജിറ്റൽ കമ്പ്യൂട്ടർ. They are used for variety of tasks including various calculations, word processing and internet browsing. Examples include desktop, laptop and mobile phones. Lastly, hybrid computers. These computers combine features of both analog and digital computers. അനലോഗിന്റെ ഗുണങ്ങളും ഡിജിറ്റലിന്റെ ഗുണങ്ങളും രണ്ടും കമ്പൈൻ ചെയ്യുന്ന ടൈപ്പാണ് ഈ ലാസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത്. ടൈപ്പ് ഓഫ് കമ്പ്യൂട്ടർ എന്ന് പറയുന്നത് ഹൈബ്രിഡ്. They are used in specific applications that require processing both type of data. ചിലപ്പോൾ ചിലയിടത്തൊക്കെ ഡിജിറ്റൽ ഡാറ്റയും ചില അനലോഗ് ഡാറ്റയും രണ്ടും ഒരേ സമയം ഹാൻഡിൽ ചെയ്യേണ്ട സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അവിടെ നമ്മൾ ഈ ഹൈബ്രിഡ് കമ്പ്യൂട്ടറാണ് പ്രയോജനം വരിക. such as in food processing, plans and space flights. Okay,